നമസ്കാരം. ആൻസൺ കുടുംബത്തിരുത്ത് പബ്ജിമോൻ എന്ന പുസ്തകം എൻ്റെ പ്രിയ ചങ്ങാതി ദിലീപൻ പൊയ്യെ എഴുതിയ പുസ്തകമാണ്. കാലത്തിൻ്റെ കൗതുകം സമ്മാനിക്കുന്ന പേര് ഈ പുസ്തകത്തിനുണ്ടെങ്കിലും ആ പേര് ഒരു നോവിൻ്റെ പേരാണ്. സ്വന്തം മകൻ നഷ്ടപ്പെട്ട അച്ഛൻ എഴുതിയ പുസ്തകത്തിൻ്റെ പേരാണ്. 14 വയസ്സായ മകൻ ആദ്യ ശ്രമത്തിൽ പരാജയപ്പെട്ടെങ്കിലും രണ്ടാമത്തെ ശ്രമത്തിൽ വിജയിച്ചു ആത്മഹത്യയിൽ. അങ്ങനെ ഒരു കുടുംബത്തിന് മുഴുവൻ തീരാ കണ്ണീർ സമ്മാനിച്ചുകൊണ്ട് കടന്നുപോയ മകനെക്കുറിച്ച് എഴുതിയ പുസ്തകം പബ്ജിമോൻ സമർപ്പിക്കുന്നത് കൊതിപ്പിച്ച് മറഞ്ഞുപോയ പൊന്നിൻകുടങ്ങളെ ഓർത്ത് തോരാതെ പെയ്യുന്ന അച്ഛനമ്മമാർക്ക് എന്നാണ് ആ ഒരു വിശേഷണം കൊടുത്തിട്ടുള്ളത്. എത്രയോ മക്കൾ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലഹരി തിരിച്ചറിയാതെ കടന്നു പോകുന്നു. സ്വന്തം ജീവിതം അവസാനിപ്പിച്ച് കടന്നു പോകുന്നു. മൊബൈൽ ഗെയിമിന് അടിമപ്പെട്ട മകൻ നഷ്ടപ്പെട്ട വേദനയിൽ കഴിയുകയാണ് എഴുത്തുകാരൻ. അദ്ദേഹം കുറിച്ചു വെച്ച വാക്യങ്ങൾ ഇങ്ങനെയാണ്: 14 വർഷം ജീവിതത്തിലെ വർണ്ണാഭമാക്കിയ നിന്റെ ഓർമ്മത്തൂവലുകൾ ഇവിടെ എമ്പാടും ചിതറിക്കിടക്കുന്നു. അക്ഷരമാല മുതൽ നീ ചൊല്ലിപ്പടിച്ച പാഠപുസ്തകങ്ങൾ, വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ കാണിക്കുന്ന വിവിധ ഉടുപ്പുകൾ, നീ ലോകം ചുറ്റി നടന്ന സൈക്കിൾ, നീ വരച്ചു പഠിച്ച ചുമരുകൾ, അനാഥമാക്കിപ്പോയ നിന്റെ പാദരക്ഷകൾ, നിന്റെ ഓർമ്മ ചിത്രങ്ങൾ കാണുമ്പോൾ ചിതറുന്ന കണ്ണുനീരിന്റെ ഉറവയെ ബന്ധിക്കാനാവുന്നില്ല. സ്വന്തം കുടുംബത്തെ ദുഃഖത്തിലാഴ്ത്തി കടന്നുപോയ മകനെ ഓർത്ത് വിലപിച്ച് അച്ഛൻ എഴുതിയ പുസ്തകം പബ്ജിമോൻ. ഗെയിമിന്റെ മായാലോകത്ത് കുടുങ്ങിപ്പോയ മകന്റെ ജീവിതം അവിടെ അവസാനിക്കുകയാണ് 14-ാം വയസ്സിൽ. എവിടെയാണ് തെറ്റിപ്പോയത്? ജീവിതത്തിന്റെ യഥാർത്ഥ ലഹരി തിരിച്ചറിയാതെ, പച്ചയായ ജീവിതത്തിന്റെ യഥാർത്ഥ സൗന്ദര്യം തിരിച്ചറിയാതെ കടന്നു പോകുന്ന എത്രയോ മക്കൾ, എത്രയോ വാർത്തകളായി നമ്മുടെ മുന്നിലേക്ക് അവരുടെ ചിത്രങ്ങൾ കടന്നു വരുന്നു. ജീവിതമെന്നത് ഒരുപാട് സുന്ദരമായ കാഴ്ചകളും അനുഭവങ്ങളും ഒരുക്കിയ ഒന്നാണ്. അവിടെ കൂട്ടിൻ്റെ, സൗഹൃദത്തിൻ്റെ, കരുതലിൻ്റെ, കരുത്തിൻ്റെ ഒക്കെ സ്നേഹാനുഭവങ്ങൾ നമ്മെ കാത്തിരിക്കുന്നുണ്ട്. കുറേ കുസൃതികളുടെ, പ്രണയത്തിൻ്റെ, ജീവിതത്തിൻ്റെ പ്രതീക്ഷയുടെ അനുഭവങ്ങൾ സമ്മാനിക്കുന്ന, നേട്ടത്തിൻ്റെ അനുഭവങ്ങൾ സമ്മാനിക്കുന്ന, വിജയത്തിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ സമ്മാനിക്കുന്ന എത്രയോ സുന്ദരമായ ജീവിതമാണ് നമ്മുടെയൊക്കെ ജീവിതം. ആ ജീവിതം പെട്ടെന്നങ്ങ് എറിഞ്ഞിട്ട് പോകാനുള്ളതല്ല. അങ്ങനെ എറിഞ്ഞിട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ കരിനിഴൽ വീഴുന്നത്, കാർമേഘത്തിൻ്റെ ചതുപ്പിലേക്ക് നാം ചവിട്ടിത്താഴ്ത്തുന്നത് നമ്മുടെ ഉറ്റവരെയാണ്. അവർ ജീവിതാവസാനം വരെ ആ നോവിൻ്റെ ഭാരവും പേറി ജീവിക്കും. പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ, ജീവിതത്തിൻ്റെ യഥാർത്ഥ ലഹരി തിരിച്ചറിയേണ്ടത് നമ്മൾ തന്നെയാണ്. അവിടെ പുഞ്ചിരിക്ക് സൗന്ദര്യമുണ്ട്, പ്രണയത്തിന് സൗന്ദര്യമുണ്ട്, സൗഹൃദത്തിന് സൗന്ദര്യമുണ്ട്, വിവാഹ ജീവിതത്തിന് സൗന്ദര്യമുണ്ട്. അങ്ങനെ എത്രയോ സുന്ദരമായ അനുഭവങ്ങളാൽ നിറഞ്ഞതാണ് ഈ ജീവിതം. ആ ജീവിതത്തെ ഒരു ഗെയിമിനും നാം പണയപ്പെടുത്തരുത്, ഒരു രാസലഹരിക്കും നാം പണയപ്പെടുത്തരുത്. ജീവിതം ആസ്വദിക്കാം, അതിൻ്റേതായ മധുരം നുകർന്നുകൊണ്ട്, അതിൻ്റേതായ കയ്പുകളും എല്ലാം അനുഭവിച്ചുകൊണ്ട് ജീവിതം ആസ്വദിക്കാം, അനുഭവിക്കാം. സുന്ദരമാണ് ഈ ജീവിതം. ആ ജീവിതത്തെ ചുമ്മാ അങ്ങ് കളയരുത്. നല്ലൊരു ദിനമാണ് കാത്തിരിക്കുന്നത്. ഒരുപാട് നല്ല അനുഭവങ്ങളാൽ സമ്പന്നമായ ഈ ദിനം ജീവിതത്തോട് കൂട്ടിച്ചേർക്കുമ്പോൾ ഒരുപാട് നല്ല ഓർമ്മകൾ ഉണ്ടാകട്ടെ. നേരുന്നു ശുഭദിനം.